ഹായ്, വെൽക്കം ടു ലൈഫ് സ്കിൽ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മസുഹൃത്ത് വീട്ടിലൊരു കാര്യം അവതരിപ്പിച്ചു ഉമ്മയോട്. ഉമ്മ, എനിക്ക് ഗൾഫിൽ പോകണം. യഥാർത്ഥത്തിൽ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഉമ്മ പറഞ്ഞു, മോനെ, നിനക്കിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം. ഇന്നലെ ഞാനും ഉപ്പയും സംസാരിച്ചിട്ടുള്ളൂ പല കാര്യങ്ങളും. ഏതായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഉപ്പയോട്. അങ്ങനെ ഉമ്മ സമയവും സന്ദർഭമൊക്കെ നോക്കി ഉപ്പയോട് ഈ കാര്യം അവതരിപ്പിച്ചു. ഉപ്പ നേരെ പറഞ്ഞു, ഇന്നലെയല്ലേ നമ്മൾ ഈ കാര്യമൊക്കെ സംസാരിച്ചത്. നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഓരോ ആവശ്യം വരുമ്പോൾ നമ്മൾ അതിന് എവിടെയെങ്കിലുമൊക്കെ പണം കണ്ടെത്തും. എന്നതുപോലെ ഒരുപക്ഷെ ഇവനെ രക്ഷപ്പെടാനുള്ളൊരു മാർഗമല്ലേ ഇത്, നമുക്കത് ചെയ്തു കൊടുക്കാം. അങ്ങനെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉപ്പ പല സ്ഥലങ്ങളിൽ നിന്നായി കാശുണ്ടാക്കി അവനെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരാൻ, ഒന്ന് ലീവിന് വരാൻ അവന് നിർവാഹമില്ലായിരുന്നു. കടങ്ങളൊക്കെ വീട്ടി ഇപ്പോൾ സ്വസ്ഥമായി ഇരിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടാനും സാധ്യതയില്ല. ഏതായാലും ഉമ്മയുടെ നിരന്തരമുള്ള ഫോൺ വിളി കാരണം ഓഫീസിലെ മാനേജറും അവൻ്റെ ലീവിന് സാങ്ഷൻ നൽകി. അങ്ങനെ നാട്ടിൽ വന്നു. ഉമ്മാക്ക് വളരെ തൃപ്തിയായി. മോന് പോയതിൽ നിന്ന് വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയും കോലവും വച്ചിരിക്കുന്നു. അധ്വാനമൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും ശരീരം പുഷ്ടിപ്പെട്ട് നല്ല രസമുണ്ടവനെ കാണാൻ. ഉമ്മാക്ക് തൃപ്തിയായി. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അവന് പോകാനുള്ള സമയമായി. അപ്പോൾ ഉമ്മ അവനോട് അടുക്കളയിൽ നിന്ന് വിളിച്ചു, മോനെ, നീട്ടി വിളി. ഉമ്മ, എന്താണ് ഉമ്മ? ഉമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോൾ ഉമ്മ പറയാണ്, അല്ല, നീ പോയാൽ എന്നാണ് തിരിച്ചു വരിക? അപ്പം തമാശ രൂപത്തിൽ പറഞ്ഞു. അതിനുമ്മ, ഞാൻ പോയിട്ടല്ലേ തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉമ്മ പറഞ്ഞു, കളിയാക്കാതെടേ, എനിക്ക് നിന്നെ ഇടയ്ക്കൊക്കെ കാണണം. ഞാൻ വിളിക്കുമ്പോൾ നീ വരണം. അപ്പോൾ അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഉമ്മ. നിങ്ങൾ വിളിച്ചപ്പോൾ ഓഫീസിലെ മാനേജരും കൂടി അത് കണ്ടറിഞ്ഞ് എനിക്ക് ലീവ് തന്നു. അങ്ങനെ ഇനിയും നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഉടനെ വരും, ഒരു പ്രയാസപ്പെടും. അപ്പോഴാണ് അവന് ശ്രദ്ധിച്ചത് ഉമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരുകൾ. ആദ്യം അവന് വിചാരിച്ചു അടുക്കളയിലെ ചൂടും ബഹളവും ഒക്കെ ആയിട്ട് അതുകൊണ്ടുള്ളതായിരിക്കും. പിന്നീട് അവന് മനസ്സിലായി, തിരിച്ചറിഞ്ഞു, അത് സ്നേഹത്തിന്റെ കണ്ണുനീരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകുന്നത് ഇത്തരം ആത്മ ബന്ധങ്ങളിലൂടെയാണ്. ഈ വാനോളം നിറഞ്ഞു നിൽക്കുന്ന ശക്തമായ വേരുകളുള്ള എല്ലാ ഭാഗത്തേക്കുമുള്ള ബന്ധങ്ങളിലൂടെയാണ് ജീവിതം സുദൃഢമാകുന്നതും സന്തോഷകരമാകുന്നതും അർത്ഥവത്താകുന്നത്. ഒരു മരം, ശക്തിയുള്ള കരുത്തുള്ള ഒരു മരം താഴോട്ട് ധാരാളം വേരുകൾ ഉണ്ടാക്കി ഉറപ്പിച്ച് അത് എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ കൊമ്പുകളെ, ചില്ലകളെ അയക്കുന്നു. മേലോട്ടും താഴ്വശത്തേക്കും ചുറ്റുപാടിലുമൊക്കെ. എന്നിട്ട് അവിടെ വരുന്നവർക്കൊക്കെ അത് തണലേകുന്നു. അങ്ങനെ കാലം വരുമ്പോൾ അതിൻ്റെ പഴവും നൽകുന്നു. ഇങ്ങനെയാണ് മനുഷ്യനും ആവേണ്ടത്, നമ്മളൊക്കെ ആവേണ്ടത്. നമ്മുടെ പരസ്പര ബന്ധങ്ങൾ, എല്ലാ വശങ്ങളിലേക്കുമുള്ള ബന്ധങ്ങൾ സുദൃഢമായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലുണ്ട് അത്തരം സന്ദർഭങ്ങളൊക്കെ, അങ്ങനെ സ്നേഹമുള്ള അവസരങ്ങളൊക്കെ. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ബസ്സിൽ കയറിയാൽ നമുക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു തരുന്ന അയൽപക്കക്കാരനായ പയ്യനിലൂടെയുണ്ട് നമുക്കത് കാണാൻ കഴിയും. നമ്മൾ ഓഫീസിലെത്തി നമുക്ക് ചായ കൊണ്ടുവരുന്ന ചേച്ചിയിൽ ആ സ്നേഹമുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന കസ്റ്റമറിൽ അകത്ത് ആ സ്നേഹബന്ധമുണ്ട്. നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ പ്രക്രിയകളിലും, എല്ലാ കാര്യങ്ങളിലും അത്തരം സന്ദർഭങ്ങളുണ്ട്. നാം ആകെ വേണ്ടത് അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അകത്തു നിന്നുള്ള ഒരു ചിരിയാണ്. വീണ്ടും കാണാം പുതിയ സെഷനിലൂടെ. ഗുഡ് ബൈ.